ഹായ്, അപ്പോൾ നമ്മൾ ഇന്ന് ഇച്ചിരി പഴംപൊരി ഉണ്ടാക്കാൻ പോവാം. ഞാൻ മൈദാമാവ് എടുത്തിട്ടുണ്ട്, 2 സ്പൂണ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, ഇച്ചിരി ഉപ്പ്, പിന്നെ ഒരു ശകലം ഏലക്ക, പിന്നെ നമുക്ക് കരിഞ്ജീരകം ചേർത്ത് കിട്ടും. നമുക്കിഷ്ടമാണെങ്കിൽ പിന്നെ അതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ ഇഷ്ടമാണെങ്കിൽ പിന്നെ ഇങ്ങനെ. പിന്നെ വേണ്ടുന്നത് ജീരകത്തിൻ്റെ പൊടി ഒരു ശകലം. പിന്നെ വേണ്ടുന്നത് പഞ്ചസാര. ഇവിടെ പഞ്ചസാര ഒരുപാട് ഉപയോഗിക്കത്തില്ല, എന്നാലും പഞ്ചസാര ഒരു 3 സ്പൂൺ കാണുമായിരിക്കും മധുരം, എന്നാലും നമുക്ക് നോക്കാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും വേണ്ടുന്നൊരു സാധനം എന്താ, മഞ്ഞൾപ്പൊടി. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച്. അപ്പോൾ ഞാൻ ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് മീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് നോക്കുന്നുണ്ട് ഞാനിനി ഇത് കറക്കി എടുക്കുകയാണേ. കളർക്ക് വന്നിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി കുഴപ്പമില്ലായിരുന്നു, കുറച്ച് വെള്ളം കൂടെ കാണാതെ. ഒരുപാട് കുറുക്കിയിരിക്കേണ്ടല്ലോ, കുറച്ച് ലൂസായിട്ടിരിക്കണ്ട. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചിലപ്പം ഇതും കൊണ്ട് അങ്ങ് ചെല്ലുമ്പോഴത്തേന് എണ്ണ ചൂടായിരിക്കും. കൊള്ളാമെന്നൊന്നും അറിയത്തില്ല, എങ്കിലും നമുക്ക് ശ്രമിച്ച് നോക്കാം. കുവൈറ്റിലൊക്കെ നിന്നിട്ട് കാശ് കൊടുത്ത് നമ്മൾ പോയി പിന്നെ ഏത്തയ്ക്കാപ്പമൊക്കെ വാങ്ങിച്ച് തിന്നാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിലെ കണക്ക് കിട്ടാറില്ല. പിന്നെ നമുക്ക് ശ്രമിച്ച് നോക്കാം. അപ്പം അധികം ഇങ്ങനെ അടച്ചു വെക്കാം. ഇവിടെ ഭയങ്കര ഈച്ചയുടെ ശല്യം, അതുകൊണ്ട് സാധനമൊക്കെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഗ്ലൗസ് പഴം കട്ട് ചെയ്യണ്ടേ, കട്ട് ചെയ്തില്ല, അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് പോയത് കട്ട് ചെയ്തിട്ട് പോവാം. നമുക്കിനി അങ്ങോട്ട് പോവാം. ഓക്കേ, എല്ലാവരും ഉള്ളതുപോലെ നമ്മൾ ഏത്തപ്പഴമല്ല എടുക്കുന്നത്. മെയിനായിട്ട് നമ്മൾ കുവൈറ്റിൽ കിട്ടുന്ന സാധാ പഴമാണ് എടുക്കുന്നത്. നമുക്ക് നോക്കാം ഇതിനകത്ത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. നമുക്ക് നോക്കാം. 3 പഴം എടുത്തിട്ടുള്ളൂ, ഞങ്ങളിവിടെ 3 പേരേ ഉള്ളൂ. അപ്പം നോക്കാം, തിന്നിട്ട് അവരഭിപ്രായം പറയും. ഞാൻ പറയത്തില്ല, കാരണം കൊള്ളത്തില്ലെങ്കിലും നമുക്ക് തിന്നല്ലേ പറ്റൂ. അപ്പം ഞാനിതൊന്ന് ചെറുതായിട്ട് എടുക്കുവാണേ. വലുത് വേണ്ട, കട്ടി വേണ്ടല്ലോ. അത്യാവശ്യം ഒരു പഴം 3 എണ്ണം ആക്കിയിട്ടുണ്ടേ. നോക്കാം കൊള്ളാമോ എന്ന് നോക്കാം. ഈ പഴത്തിലും നമുക്ക് ഏത്തയ്ക്കപ്പം ഉണ്ടാക്കി. ഒരെണ്ണം മുറിഞ്ഞു പോയി കേട്ടോ, സാരമില്ല. അപ്പം ഇത് 2 എണ്ണം ആക്കി, അത് മുറിഞ്ഞു പോയി, കുഴപ്പമില്ല. അപ്പം നമ്മളിവിടെ ഇങ്ങനെ പഴം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാനതിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിനകത്ത് മുറിഞ്ഞു പോയ പഴമൊക്കെ അങ്ങോട്ട് എടുത്തിടാം.